ഹലോ, നമസ്കാരം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ച് അതാരാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ അത്രക്കും നമ്മളുടെ ആ ഒരു സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ആഗ്രഹവുമായിട്ട് നമ്മൾ നടക്കുന്ന സമയത്ത് അയ്യോ അത് ആഗ്രഹം സാധിക്കുകയല്ലേ, നമ്മൾ കൂട്ടുകാർക്ക് കൊടുത്തേക്കണ വാക്ക്, ഫ്രണ്ട്സിന് കൊടുത്തേക്കണ വാക്ക്, വീട്ടുകാർക്ക് കൊടുത്തേക്കണ വാക്ക്, അയ്യോ വാക്ക് പാലിക്കാനായിട്ട് പറ്റുക, ഇങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളുമായിട്ടൊക്കെ നമുക്ക് ഉറക്കമില്ലാത്ത എത്രയോ രാത്രികൾ ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കുമായിരുന്നു. അയ്യോ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റുമോ, അയ്യോ ഇനി നമ്മുടെ ആഗ്രഹം നടക്കുക. അപ്പോൾ ഈ സിനിമയിൽ എത്തിപ്പെടുക, സിനിമയിലേക്കൊക്കെ ചാൻസ് കിട്ടുക എന്നൊക്കെ പറയണത് ഒട്ടും നിസ്സാരമായിട്ടുള്ളൊരു കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കൂടി നടക്കുന്ന സമയത്തായിരുന്നു അതായത് എൻ്റെ വീടിൻ്റെ തൊട്ട് പറ്റേ കാണുന്ന വീടാണ്. ഈ ഞാൻ പറഞ്ഞ ഈ സുരേഷ് അണ്ണൻ്റെ വൈഫ് നീതു എന്ന് പറഞ്ഞ ഏക്കട്. അപ്പോൾ ഇവർക്കൊരു ടീം ഉണ്ടായിരുന്നു. അതായത് ഇവർക്കൊരു അയൽക്കൂട്ടം എന്ന് പറഞ്ഞൊരു ടീം. അതായത് നടക്കുന്ന വഴിയുടെ റോഡ് സൈഡിൽ തന്നെയാണ് ഇവർ അയൽക്കൂട്ടം കൊള്ളുന്നത്. അപ്പോൾ അങ്ങനെ കൂടിയൊക്കെ നടക്കാൻ നേരത്ത് നമ്മൾ ഈ ടെൻഷൻ മേടിച്ച് നമ്മുടെ കയ്യിൽ പൈസയും ഇല്ലാണ്ടൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇവരുടെ ഈ കുറ്റം പറച്ചിലും കാര്യങ്ങളൊക്കെ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതായത് നമ്മളെ ഒരു രീതിയിൽ നമ്മളെ മനസ്സ് തളർത്തിക്കൊണ്ടേയിരുന്നു ഓരോ ദിവസവും ഇവർ. അതായത് അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവനെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ അവർ ഓരോ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എനിക്ക് പറയാനായിട്ടുള്ള വോയിസ് ഉണ്ട്. കാരണം ഞാൻ എൻ്റെ ആഗ്രഹം പോലെ ഞാൻ സിനിമയിലേക്ക് നമ്മുടേതായ ഇപ്പോൾ സിനിമ അല്ലെങ്കിൽ തന്നെ വേറെ ജോലിയാണെങ്കിലും എന്ത് ജോലിയും ചെയ്യും. ഇന്ന ജോലിയൊന്നൊന്നുമില്ല. നമുക്ക് പട്ടിണി കിടന്നാൽ നമ്മുടെ കുടുംബം പട്ടിണി കിടന്നാലും ഇന്ന ജോലിയൊന്നൊന്നുമില്ല. എന്ത് ജോലിയും ചെയ്ത് കുടുംബം നോക്കും, അത് വേറെ കാര്യം. അല്ലാണ്ട് ഈ പറഞ്ഞ ആൾക്കാരും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരികയൊന്നുമില്ല. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയും. പക്ഷേ എന്നാലും നമ്മുടെ മൈൻഡിൽ ഇതുണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ വിട്ടു കൊടുക്കത്തില്ല. ഏതായാലും ഇറങ്ങി തിരിച്ച് സിനിമ എങ്കിൽ സിനിമ അത് ചെയ്തിട്ട് തന്നെ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ മലയാളം തമിഴ് പടമൊക്കെ എനിക്ക് ഇറങ്ങി. അപ്പോൾ ഇനി ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ മാത്രമല്ല, അതല്ലാണ്ട് നമുക്ക് എന്ത് ജോലിയും ചെയ്യും. ഇന്ന ജോലിയൊന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ കൂട്ടുകാരന്മാർ, അനിയന്മാർ ഇനി ഈ വീഡിയോ ഉണ്ടെന്നെങ്കില്ല എല്ലാവരും നമുക്ക് എന്തെങ്കിലുമായിട്ടൊക്കെ നമുക്കൊരു ജോലി വേണം. അതായത് നമ്മളുടെ ഒരു കൂട്ടുകാരൻ വിളിച്ച് നമ്മളെ ഒരു 100 രൂപ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഒരു 50 രൂപയെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് നമ്മൾക്ക് ഉണ്ടാകണം. ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇഷ്ടമായിട്ടുള്ള എന്ത് ആഹാരമാണെങ്കിലും നമുക്ക് വാങ്ങിച്ച് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമുക്കൊരു കല്യാണ ഫംഗ്ഷൻ, അതായത് നമ്മൾ പേഴ്സണായിട്ട് വിളിക്കണം നമ്മുടെ ബന്ധുക്കളുടെ എന്തെങ്കിലും ഒരു ചടങ്ങ്, എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് തന്നെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനായിട്ടാണെങ്കിൽ ഒരു 100 രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടായാലും സാധിക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമായിട്ടുള്ളൊരു ജോലി, പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തന്നെ പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുക, എന്നിട്ട് നമ്മുടെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടാവണം. അപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് ആരെയും ഈ ലോകം നന്നാക്കാനായിട്ടൊന്നുമല്ല എൻ്റെ ഉദ്ദേശം. കാരണം ഞാൻ വന്ന വഴികളെന്ന് വെച്ചാൽ അതേമാതിരി വഴികളായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനായിട്ട് എൻ്റെ വീടിനടുത്തുള്ള എൻ്റെ ചേട്ടന്മാരിൽ കുറച്ച് നല്ല ചേട്ടന്മാരുണ്ടായിരുന്നു, പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി തന്നത് കൊണ്ടിട്ട് നമുക്ക് നല്ലവരെയും ചീത്തവരെയൊക്കെ നമുക്ക് ഒരുപാട് മനസ്സിലായി. അപ്പോൾ ഇനിയും ഒരുപാട് പേര് ഇനിയും മനസ്സിലാക്കും, നല്ല ആരായിരുന്നു ചീത്ത ആരായിരുന്നെന്ന് ഇനിയും മനസ്സിലാക്കും. ഇനിയും പുതിയ വളർന്നു വന്ന തലമുറകൾക്ക്, നമ്മുടെ നാട്ടിലുള്ള തലമുറകളിൽ നല്ലൊരു ടാലൻറ്റോട് നല്ലൊരു കഴിവോട് കൂടിയും വളർന്നു വന്നവരാണെങ്കിൽ അവരെങ്കിലും ഞാൻ ഈ പറഞ്ഞ ആൾക്കാർ അവരെയും നശിപ്പിക്കാണ്ടിരിക്കുക, അവരെങ്ങനെയും വളർന്നു വരട്ടെ. അവരുടെ ഫാമിലി, അവരുടെ അച്ഛനും അമ്മയും നോക്കിക്കോളും. കാര്യം നമ്മൾ മറ്റുള്ള ഒരാളെ ജഡ്ജ് ചെയ്യാനായിട്ട് നമ്മൾക്ക് അവകാശമില്ല. കാരണം മനുഷ്യനായിട്ട് നമ്മൾ എല്ലാവരും ജന്മമെടുത്ത് ആരും മോശമായിട്ട് ജനിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും അവരുടേതായ രീതിയിൽ തന്നെ അവർ വളർന്നു വന്നുള്ളൂ. ഓരോ മാതാപിതാക്കളും ഓരോ അച്ഛനും അമ്മക്കും അറിയാം അവരുടെ ടാലൻറ്റും അവരുടെ കഴിവും. അപ്പോൾ അവർ വളർന്നു വന്നോളും. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ആൾക്കാർ അവരുടെ കാര്യമൊന്നും ഇനി അന്വേഷിക്കാനായിട്ടൊന്നും പോകണം. അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചത് ആരാണെന്ന്. ഇപ്പം കറക്റ്റായിട്ട് ആൾക്കാരെയൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇനി എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക.
പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെ ഒരു ലക്ഷ്യം പോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇന്നത്തെ ലോകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കൈപിടിച്ച് അതിലോട്ട് എത്തിക്കാനായിട്ട് ഒരുപാട് നല്ലവരായ സുഹൃത്തുക്കൾ നമ്മൾക്ക് വരും. അപ്പോൾ ആ സുഹൃത്ത് ബന്ധങ്ങളെല്ലാം നിലനിർത്തുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് വരും. അപ്പോൾ ഇനി എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യുന്നവർക്കും, ഇനി എന്നെ ഇഷ്ടപ്പെടാത്തവർക്കും, ഇനി എന്നെ ഇഷ്ടപ്പെട്ട് വരുന്നവർക്കും എല്ലാവർക്കും നമസ്കാരം.